വെൽക്കം ടു നിഖിലാലി ക്ലാസ് റൂംസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് പറയാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. ലാസ്റ്റ് മൊഡ്യൂളാണ്, എക്കണോമിക്സിലെ ലാസ്റ്റ് മൊഡ്യൂളാണ്. അതിപ്പോൾ പറയാൻ പോവുകയാണ്. നമുക്കൊന്ന് നോക്കിയാലോ അത് എന്തൊക്കെയുണ്ടെന്ന്. എൻ്റെ അമ്മ വീണ്ടും ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മാക്രോ എക്കണോമിക് പോളിസി, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, നാഷണൽ ഇൻകം, കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം, മെത്തേഡ്സ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകവും ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഫസ്റ്റ് ഒരു പാർട്ട് പഠിക്കുന്നത്. അടുത്ത പ്രോഡക്റ്റ് അപ്രോച്ച്, ഇൻകം അപ്രോച്ച്, എക്സ്പെൻഡിച്ചർ അപ്രോച്ച്, പിന്നെ ബിസിനസ് സൈക്കിൾ ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവമാണ്. ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ വരുന്നത്. പിന്നെ ഫിസ്ക്കൽ പോളിസി, ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആൻഡ് ഡെപ്റ്റ്, ഗവൺമെൻറ് ബഡ്ജറ്ററി പോളിസി, മോണിറ്ററി പോളിസി, ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ്. നമുക്ക് ഏറ്റവും നല്ല രസകരമായ ടോപ്പിക്സാണ് ലാസ്റ്റ് വന്ന മൊഡ്യൂൾ. നമുക്കൊന്ന് പഠിച്ചു തുടങ്ങിയാലോ. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് നമുക്ക് നോക്കാം. എക്കണോമിക് തിയറി ഈസ് ഡിവൈഡഡ് അണ്ടർ ടു ഹെഡ്സ്, നെയിംലി മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് മാക്രോ എക്കണോമിക് തിയറി. ഈ രണ്ട് ചേട്ടന്മാരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദീസ് ടേംസ് വെയർ കോയിൻഡ് ബൈ പ്രൊഫസർ റഗ്നർ ഫ്രിഷ്. ഈ രണ്ട് ടേംസും കൊണ്ടുവന്ന് പ്രൊഫസർ റഗ്നർ ഫ്രിഷാണ്. ദ ടേംസ് ആൻഡ് മാക്രോ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്സ്. മിക്രോസ് മീനിങ് സ്മോൾ, മാക്രോസ് മീനിങ് ലാർജ്. ഇനി നമുക്ക് എന്താ മൈക്രോ എക്കണോമിക്സ് നോക്കാം. Studies the behavior of production units, factors of production, consumers, etc. It studies about small units of the economy. Price determination is the main concern in microeconomics. It is also known as price theory. ഈ പോയിൻറ്റ്സ് എഴുതി അപ്പോൾ പ്രൈസ് തിയറി ആയി. ഡിമാൻഡ് തിയറി, സപ്ലൈ തിയറി, തിയറി ഓഫ് പ്രൊഡക്ഷൻ and cost theory of factor pricing, etc. are the subject matter of microeconomics. എന്താണ് മാക്രോ എക്കണോമിക്സ് നമുക്കൊന്ന് നോക്കിയാലോ. Economic agent include macroeconomic agents like government, central bank. Public welfare is the main aim of them rather than selfish interests. Microeconomics studies with the behavior of those macroeconomics agents. Macroeconomics studies the economy as a whole. It is also known as aggregate economics. Subject matter of macroeconomics എന്താണ് നോക്കാം. നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് ഐഡിയാസ്, ജനറൽ പ്രൈസ് ലെവൽ, ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. പിന്നെയാണ് ട്രേഡ് സൈക്കിൾസ്, ബിസിനസ് സൈക്കിൾ, മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി, ഇൻ്റർനാഷണൽ ട്രേഡ്, വിദേശത്തുള്ള ട്രേഡ്, എക്കണോമിക് ഗ്രോത്ത്, മണി സപ്ലൈ ആൻഡ് ബാങ്കിങ്. നമുക്കൊന്ന് മീനിങ് ഓഫ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അത് നല്ലൊരു ഇതാണ്. അത് എല്ലാ പരീക്ഷയ്ക്ക് മിക്കവാറും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് അതിനെപ്പറ്റി സംസാരിച്ചാൽ. Circular flow of income deficits, the interdependence between the various sectors of the economy, or it shows the exchange of income or factors of production or goods and services between different sectors of the economy. Circular flow of income and product is defined as the flow of payments and receipts for goods and services and factor services between the sectors of the economy. An economy with two sectors, households and firms. Meaning of circular flow of income നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് പോയിൻ്റ് നമുക്കൊന്ന് സംസാരിച്ചു തരാം. പ്രൊഡക്ഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. 4 factors of productions are combined together for the production of goods and services. Supply of factors of production comes from household sector.
Household sector offers factors of production to firms who in return produce goods and services. Firms make payments to household sector in the form of rent, wages, interest, and profit, and household sector spends this money on goods and services produced by the firms. So the income flows in a circular flow. The economic activity remains in action with the help of circular flow of money and goods in four sectors: household sector, producing sector, government sector, and foreign sector. Circular flow: household goods, firms, incomes. അടുത്തത് ഹൗസ് ഫാക്ടേഴ്സ്, ഫേംസ്, ഗുഡ്സ്. ഇത് വരച്ച് പഠിക്കുക എല്ലാവരും. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഈ പടം ഇപ്പോഴാണ് ക്ലിയറായിട്ട് കാണുന്നത്. ഹൗസ് ഹോൾഡിൽ നിന്ന് മണി കൊടുക്കുന്നു, മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്, പിന്നെ മണി, ഫേംസ് മണി, പിന്നെ മണി, എങ്ങനെ പോകും. അടുത്തതിൽ വരുമ്പോൾ ഫേംസ് നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസിൽ പോയി മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡിൽ അങ്ങനെ കയറി അങ്ങ് പോവും. ഈ പടം നിങ്ങൾ വരച്ചെടുക്കുക. ടൈപ്സ് ഓഫ് സർക്കുലർ ഫ്ലോ: റിയൽ സർക്കുലർ ഫ്ലോ ഉണ്ട്, മണി സർക്കുലർ ഫ്ലോ ഉണ്ട്. ലെറ്റസ് അസ്യൂം ആൻ എക്കോണമി വിത്ത് ഓൺലി ടു സെക്ടേഴ്സ്, ഹൗസ് സെക്ടർ ആൻഡ് പ്രൊഡ്യൂസിങ് സെക്ടർ ഓർ ഫേംസ്. എന്താണ് കണ്ടിന്യൂവേഷൻ നോക്കിയാലോ. A two-sector economy functions on the basis of the following assumption. There are only two sectors in the economy: firms and households. Money is used as a medium of exchange. Neither household sector nor firms save at all. Firms here factor services from household sectors. Household spend their entire income on consumption. Firms sell their entire products to the household. No taxes. There is no trade relation with the rest of the world. Such an economy consists the factor market and the product market. Types of circular flow: real circular flow and money circular flow. When goods and services flow from one factor to another, known as real circular flow. Example: the household sector provides factor services, land, labor, capital, enterprise, to the firm. By using these factors, firm produce goods and services. These goods and services from producing sector to the household sector as rewards for their factor services. When goods and services are produced in the economy and are exchanged for money, it is called money flow. Example: the household sector provides factor services to the firms and receives payments in terms of money. It spends its money income on the purchase of goods and services produced by the firms. Circular flow in a closed economy. The closed economy is that economy in which we do not have imports and exports. In a closed economy, there circular flow of income and can be explained in three ways. Circular flow in a single sector economy, circular flow in a two sector economy, circular flow in a three sector economy. Circular flow in a single sector economy. In single sector economy, we have only either household sector or business sector. CFI sector economy, the household factors, firms, goods. ഇത് വരച്ച് പഠിക്കുക എല്ലാവരും. ഈ പടം കണ്ട ഗവൺമെൻറ് സെക്ടറും ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നു, പിന്നെ ബിസിനസ് സെക്ടറിലേക്ക് പോകുന്നു.
പിന്നെ ബിസിനസ് സെക്ടർ ടാക്സും ഗവൺമെൻറ് പർച്ചേസ് പോകുന്നു. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഇങ്ങനെ കറങ്ങി ഈ ഒരു പടം നിങ്ങൾ വരച്ച് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. സർക്കുലർ ഫ്ലോ ഓഫ് മണി 4 സെക്ടർ മോഡൽ ഇതും വരച്ച് പഠിക്കുക. നല്ല എളുപ്പമാണിത്. ഒരു സൈക്ലിക്കായ ഡയഗ്രാംസാണ്. ഇതൊക്കെ വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഇത് വരച്ച് പഠിക്കുക. നല്ല എളുപ്പമാണ്. എന്താണ് നാഷണൽ ഇൻകം? It means the total value of goods and services produced annually in a country. It includes payments made to all resources in the form of wages, interest, rent and profits. എന്താണ് കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം നോക്കുക. GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ മെഷർ ഓഫ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് market value resulting from current production during a year in a country, including net income from abroad. GNP at market prices, when the total output produced in 1 year is multiplied by their market prices prevalent during that year in a country, plus net income from abroad. It is called GNP at market prices. GNP at factor cost. It is the sum of the money value of the income acquiring to the various factors of production in 1 year in a country. GNP at factor cost is equal to GNP at market prices minus indirect taxes plus subsidies. Net national product. NNP is GNP net depreciation. NNP is equal to GNP minus depreciation. NNP at market prices. Net values of final goods and services evaluated at market prices. NNP at market prices equal to GNP market price minus depreciation. And by concepts of national income. NNP factors cost. Net output evaluated at factor prices. NNP factor cost is equal to NNP at market price minus indirect taxes subsidies. GNP at market price minus depreciation minus indirect taxes plus subsidies. Concepts of national income. Domestic income or product income generated by or earned by the factors of production within the country from its own resources is called domestic income or domestic product. Domestic income is equal to national income minus net income earned from abroad. Personal income. Personal income is the total income received by the individuals of a country from all sources before direct taxes. Personal income. National income minus undistributed corporate profit taxes minus social security contribution, transfer payment, interest on public debt. Concept of national income. Disposable income. Income that accrues after direct taxes have actually been paid. And disposable income is equal to national income minus business saving minus indirect taxes plus direct taxes on persons minus direct taxes on business, social security payments plus transfer payment plus net income from abroad. Real income. Real income is normal income expressed in terms of a gradual level of prices of a particular year taken as base. Real NNP equal current year into base year divided by current year index. Per capita income. The average income of the country in a particular
year is called per capita income. That per capita income, national income by population. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ റിയൽ പെർ ക്യാപിറ്റൽ ആൻഡ് റിയൽ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. നോമിനൽ GDP, value of output measured actual prices, does not correct for inflation. Nominal GDP, current year quantities into current year prices. Real GDP, real GDP വരുമ്പോൾ value of output based on prices some base period, eliminates effect inflation. Real GDP, current year quantities into base year prices. GDP deflector, nominal GDP divided by real GDP. Concepts of national income. GDP deflector, nominal GDP by real GDP into 100. അടുത്ത 1992 GDP deflector equal 127 into 100 127 കിട്ടുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇത് എഴുതി എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 16 into 100 ചെയ്യുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. 165 അങ്ങനെ കുറേ GDP കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ഇൻ N2 994 ഇത് കണ്ട ഇത് ഈ 994 റിഫ്ലക്ടർ ഇതങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ 11.9% കിട്ടുന്നു. എന്താണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് measuring national income? Product method, total value of final goods and services produced in a country during a year is calculated at market prices. Income method, the net income payments received by all citizens of a country in a particular year are added up net incomes that accrue to all factors of production. ഇൻകം മെത്തേഡാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി അടുത്തതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ incurred by the society in a particular year is added together, includes personal consumption expenditure, net domestic investment, government expenditure on goods and services, and net foreign investment. Value added method, difference between the value of material outputs and inputs at each stage of production is the value added. Difficulties in national income measurement. Difficulty of defining nation in the terminology national income. There are a number of goods and services which are difficult to be assessed in terms of money. The failure of distinguish properly between a final and an intermediate product. Income earned through illegal activities are not included in national income. Transfer payment. These earnings are a part of individual income and also government expenditure. Difficulties in national income measurement. Capital gains or loss, property owners excluded from GNP because they do not result from current economic activities. All inventory changes at original cost, not replacement cost included GNP measure. Depreciation, valuation adjustment is full of statistical difficulties. With the price increase monetary, NA increase through production may have gone down, and with the price fall monetary, NA falls through production may have gone up. Monetary NA and underestimation of real time. Public services cannot be estimated correctly. Difficulties and developing countries. Large non-monetized sector. Lack of occupational specialization. Several productive activities do not enter market transaction. Many people do not keep account.
Adequate and correct production and cost data are not available. എന്താണ് ബിസിനസ് സൈക്കിൾ? ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. എന്താണ് ബിസിനസ് സൈക്കിൾ? നമുക്കൊന്ന് തുടങ്ങിയാലോ. The term business cycle refers to the recurrent ups and down in the level of economic activity which extend over several years. Individual business cycles may vary greatly in duration and intensity. All display a set of phases. Business cycle allows people to understand the direction the economy GDP is growing or shrinking, and plan accordingly. The economy follows the business cycle regularly. ഫസ്റ്റ് നമ്മൾ ഗ്രാഫിൽ എക്സ്പാൻഷൻ കാണുന്നു, പിന്നെ പീക്കിലെത്തുന്നു, പിന്നെ കോൺട്രാക്ഷനിലെത്തുന്നു, പിന്നെ കോൺട്രാക്ഷൻ വഴി ട്രഫിലേക്ക് എത്തുന്നു, പിന്നെ എക്സ്പാൻഷൻ കയറുന്നു, പിന്നെ പീക്ക്, പിന്നെ കോൺട്രാക്ഷൻ, അങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെയാണ് ഈ സൈക്കിൾ പോണത്. ഈ ടേംസ് ആരും മറക്കരുത്, ഈ ഗ്രാഫ് വരച്ച് പഠിക്കുക, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. എക്സ്പാൻഷൻ. ഡ്യൂറിങ് എ പീരീഡ് ഓഫ് എക്സ്പാൻഷൻ വേജസ് ഇൻക്രീസ് ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. പീപ്പിൾ ആർ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് സ്പെൻഡിങ് മണി. ഹൈ ഗുഡ്സിന് ഡിമാൻഡ് കൂടും. ബിസിനസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഈസി ടു ഗെറ്റ്, ബാങ്ക് ലോൺ കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ. ബിസിനസ് മേക്ക് പ്രോഫിറ്റ്സ് ആൻഡ് സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. പ്രോഫിറ്റ് കൂടുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. വേജ് ഇൻക്രീസ്, ലോ അൺഎംപ്ലോയ്മെൻറ്റ്, പീപ്പിൾ ആർ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് സ്പെൻഡിങ് മണി, ഹൈ ഡിമാൻഡ് ഫോർ ഗുഡ്സ്, ബിസിനസ് സ്റ്റാർട്ട്, ഈസി ടു ഗെറ്റ് എ ബാങ്ക് ലോൺ, ബിസിനസ് മേക്ക് പ്രോഫിറ്റ്സ് ആൻഡ് സ്റ്റോക്ക് പ്രൈസസ് ഇൻക്രീസസ്. നമുക്കൊന്ന് പീക്ക് നോക്കിയാലോ, പീക്ക് എന്താണെന്ന്. ടോപ്പിലെത്തുന്ന കാര്യങ്ങൾ. വെൻ ദ എക്കണോമിക് സ്റ്റോപ്പ് ഗ്രോയിങ്, റീച്ച് ദ ടോപ്പ്, GDP reaches maximum, business can produce any more or hire more people, cycle begins to contract. എന്താണ് കോൺട്രാക്ഷൻ? ഡ്യൂറിങ് എ പീരീഡ് ഓഫ് കോൺട്രാക്ഷൻ, ബിസിനസ് കട്ട് ബാക്ക് production and lay off people, unemployment increases, number of job decline, people are pessimistic and stop spending money, banks stop lending money. Trough. When the economic cycle reaches the trough, economic bottoms out, reaches the lowest point, high unemployment and low spending, stock prices drop. But when we hit nowhere to go but up unless. Recession, depression എന്താണെന്ന് നമുക്ക് നോക്കാം. A prolonged contraction is called a recession. Contraction for over 6 months. ഒന്നിലെ recession for more than 1 year is called depression. ഒരു വർഷം വരും ഡിപ്രഷൻ വരും. റിസഷൻ വരുമ്പോൾ 6 months. അങ്ങനെയാണ് കളി. What keeps the business cycle going? 4 variables causes changes in the business cycle. Business investment. When the economy is expanding, sales and profit keep rising, so companies invest in new plants and equipment, creating new job and more expansion. Contraction, and the opposite is true. Interest rates and credit. Low interest rate, companies make new investment, adding job. When interest rates climbing, investment dries up and less job growth. Consumer expectation. Forecast of a expanding economy fuels more spending, while fear of recession decreases consumer spending. അതാണ് കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻസ്. എന്താണ് എക്സ്റ്റേണൽ സ്റ്റോക്സ്? External stocks such as disruption of the oil supply, wars or natural disaster greatly influence the output of the economy.
Example 1992 2000 was the longest period of expansion in US history. Early in 2001, signs of contraction appeared through the Bush administration defined it. These examples. Who cares? Why should you care about the business cycle and economy? Lots of reasons. If the economy is going into a contraction, jobs will become more scarce. If you quit, you may not find another job. But if the economy is in period of expansion, jobs are readily available. It may be a good time to switch careers. Should I make a big purchase? Only if you know that you won't lose your job in a contraction. So buy your house during an expansion. However, when the economy starts to slow down, interest rates will decrease. Wait to buy a house until the rates drop to a low point if you are sure you won't lose your job. എന്താണ് ഫിസ്ക്കൽ പോളിസി? Defined as a government program of taxation, expenditure and other financial operations to achieve certain national goals. Common objectives of fiscal policies എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, പ്രൊമോഷൻ ഓഫ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്, എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ട്, എക്കണോമിക് ജസ്റ്റിസ് ഓർ ഇക്വിറ്റി. എന്താണ് ബഡ്ജറ്റ് ഡെഫിസിറ്റും ബഡ്ജറ്റ് സർപ്ലസിൻ്റെയും ഡിഫറൻസ് നോക്കാം. ബഡ്ജറ്റ് ഡെഫിസിറ്റ് വരുമ്പോൾ പ്രസൻറ്റ് വെൻ ടോട്ടൽ ഗവൺമെൻറ് സ്പെൻഡിങ് എക്സീഡ്സ് ടോട്ടൽ റവന്യൂ ഫ്രം ഓൾ സോഴ്സസ്. ബഡ്ജറ്റ് സർപ്ലസ് വരുമ്പോൾ പ്രസൻറ്റ് വെൻ ടോട്ടൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ റവന്യൂ. അത്രയേ ഉള്ളൂ. ഡെഫിസിറ്റ് ഫിനാൻസിങ് refers to the creation of additional purchasing power in the form of currency note. Is practiced where government expenditure exceeds the government receives from taxes, fees and borrowing from the public. Uses for fighting depression, economic development. Public debt refers to the borrowing by the government from within the country or abroad, both private individuals, banking and non-banking institutions. Effects of public debt. Government borrowing does not result in a curtailment of consumption, influence the rate of interest, affect the allocation of resources if the money raised from borrowing are spent mostly in providing benefits to the poor. Inequality of income will be reduced. Public debts are assets with the high liquidity. എന്താണ് മോണിറ്ററി പോളിസി? അതൊരു സിമ്പിളായ കാര്യമാണ്. നമുക്ക് വിദേശ നിക്ഷേപമായിട്ടുള്ളൊരു ബന്ധമാണ്, ഒരു എക്സ്ചേഞ്ച് പരിപാടിയാണ്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാൽ. എ നേഷൻസ് മോണിറ്ററി പോളിസീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ ഫ്രെയിം വർക്ക് സെറ്റിംഗ് ആൻഡ് അച്ചീവിംഗ് ദാൻ objective stems from the relationship between central bank and the government relation. Monetary policies refers to steps taken by the RBI to regulate cost and supply money credit in order to achieve the socio-economic objectives of the economy. Monetary policies influences the supply of money, the cost of money or the rate of interest and the availability of money. എന്തൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസിയുടെ? ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്. ഇതാരും മറക്കരുത്. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അടുത്ത ബാങ്ക് റേറ്റ് ഓർ ഡിസ്കൗണ്ട് റേറ്റ്, CRR, SLR. മോറൽ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്, മോറൽ സുയേഷൻ, അഡ്വൈസറി മെഷേഴ്സ്, റാഷനിങ് ഓഫ് ക്രെഡിറ്റ്. Evaluation of monetary policy. Minor and restricted role in economic development. Lack of coordination between monetary and fiscal policy. Imbalance in credit allocation. Unsatisfactory role of capital market. Excessive budgetary deficit and government borrowing. Excessive increase in bank credit to the commercial sector.
limit role in curbing in the inflationary pressure, increased liquidity of commercial banks, existence of black money, underdeveloped money market. നമ്മളിതോടുകൂടി മാനേജർ എക്കണോമിക്സ് തീർത്തിട്ടുണ്ട്. മാനേജർ എക്കണോമിക്സ് കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഈ മൊഡ്യൂൾ എല്ലാം തീർന്നിട്ടുണ്ട്. എന്തായാലും ഒരു റിവ്യൂ ഉണ്ടാവുന്നതാണ് താമസിയാതെ. ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇത് കോമൺ പേപ്പർ ആയതുകൊണ്ട് നിങ്ങളെല്ലാം പഠിക്കണം നന്നായിട്ട്. ഈ പേപ്പറിന് ഒരുപാട് പേര് തോക്കുന്നു. അതുകൊണ്ടാണ് ഈ പേപ്പർ ഞാൻ എടുത്തതിൻ്റെ കാര്യം. താങ്ക് യു വെരി മച്ച്. ബൈ.